നമുക്ക് കേരളം വിട്ടിട്ട് തമിഴ്നാട്ടിലോട്ട് പോവാം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഗൈസ്. ഒരു സിനിമാ നടൻ, നോർമലി നമ്മുടെയൊക്കെ നാട്ടിൽ സിനിമാ നടന്മാർ ഇലക്ഷന് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇലക്ഷന് നിന്ന് അവർ ഒരു സീറ്റൊക്കെ ജയിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഈ സെയിം സൈഡിൽ നിങ്ങൾ തമിഴ്നാടൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സിനിമാ നടൻ കരിയറിൻ്റെ പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്ത് അത് നിർത്തിയിട്ട് 2 വർഷം കൊണ്ട് ഫോം ചെയ്ത പാർട്ടി വർഷങ്ങളായിട്ട് റൂൾ ചെയ്തവരുടെ മോളിൽ ഡോമിനേറ്റ് ചെയ്ത് ജയിക്കുക എന്ന് പറയണത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിയെ സോഷ്യൽ മീഡിയ ഫുള്ള് എല്ലാവരും കളിയാക്കിയായിരുന്നു. കൊച്ചു പിള്ളേർക്ക് എവിടെടാ വോട്ട്, കൊച്ചു പിള്ളേർക്ക് എവിടെടാ വോട്ട്, ഇവരൊക്കെ പോയി വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് മീൻസ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക് ഗൈസ്. എത്ര നാളായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തോട്ടാണ് പുള്ളി വന്ന് ആ ഒരു സാധനം, ഒരു റെവല്യൂഷണറി ചേഞ്ച് എന്ന് തന്നെ പറയാം. അമ്മാതിരി ഒരു സാധനമാണ് പുള്ളി കൊണ്ടുവന്നത് ആ പൊളിറ്റിക്സിൽ. തമിഴൻസ് മണ്ടന്മാർ ബ്രോ, ഞാൻ പറയട്ടെ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും. ഒരു ചാൻസ് കൊടുത്താലല്ല നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇവരൊക്കെ എന്ത് ചെയ്യുമെന്ന്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഒരു ചാൻസ് കിട്ടിയിട്ട് പുള്ളി അത് മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കളിയാക്കാം.